ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. പോലീസിലെയും CPM-ലെയും സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് പിണറായി മറുപടി പറയണം. വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ്. RSSുമായി നടത്തിയ രഹസ്യധാരണകളെ വസ്തുതകൾ പുറത്തുവരുമ്പോൾ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും പോലീസിലെയും CPM-ലെയും സ്ലീപ്പർ സെല്ലുകളെ കുറിച്ച് അദ്ദേഹം മറുപടി പറയണമെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ് പറഞ്ഞു. വെൽഫെയർ പാർട്ടി കൊടുങ്ങല്ലൂരിൽ നടത്തിയ ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തയുള്ള ഓരോ നിമിഷത്തിലും ഞെട്ടിക്കുന്ന വാർത്ത എന്നാണ് പറയുന്നത്. അങ്ങനെ ഞെട്ടിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ സംസ്ഥാനത്ത് ഞെട്ടിയിട്ടും ഞാൻ ഞെട്ടിയിട്ടില്ലേ എന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നതാണ് നമ്മുടെ ഓർമ്മ. അദ്ദേഹവും ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. പൂരം കലങ്ങിയത് ഇപ്പോഴാണ് നമ്മൾ കണ്ടത്. പൂരം എന്താ നടന്നത്? ഏപ്രിൽ കലങ്ങിയ പൂരം ഒക്ടോബറിൽ കണ്ടുപിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെമ്മാതിരി ദൗർഭാഗ്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചു. ഈ നാടുകളായ നാടുകളിൽ എല്ലാ മനുഷ്യർ പറയുന്നു അത് കലങ്ങി, ഞങ്ങൾ കണ്ടതാ. ആര് കലങ്ങി? ഇവിടെ ഒന്നും കലങ്ങിയിട്ടില്ല. പതിവ് പോലെ നടന്നു നമുക്ക് പറഞ്ഞേ. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു തിക്കും തിരക്കും ഉണ്ടായി. അതപ്പോ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ADGP അവിടെ ഉണ്ടായിരുന്നു. LDF-ലെ പ്രധാന ഘടകകക്ഷിയായ CPI ആവശ്യപ്പെട്ടിട്ട് പോലും തന്റെ നിലപാട് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. പിണറായി വിജയനെതിരെ ചോദ്യം ഉയർത്താനോ അദ്ദേഹത്തെ തിരുത്താനോ ഉള്ള കരുത്ത് CPM നേതൃത്വത്തിന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നത്. RSS മാഫിയ ബന്ധമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തുതരം ക്രമസമാധാന പാലനമായിരിക്കും നടത്തുക എന്ന കാര്യം ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. RSS നിയന്ത്രണത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ എത്തിക്കുന്നതിന് കാരണക്കാരനായ പിണറായി വിജയൻ എത്രയും വേഗം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചൊഴിയണം. അതിന് തയ്യാറല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോ എന്തായാലും സമ്മതിച്ചു, കലങ്ങിയതിനെ കുറിച്ച് അന്വേഷിച്ച് ADGP കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേൽ ഒരു അന്വേഷണം കൂടി നടത്താൻ തീരുമാനിച്ചു. CPIക്ക് ആശ്വാസമായോ? CPIക്ക് തൽക്കാലം ആശ്വാസമാകാൻ വേണ്ടി പൂരം റിപ്പോർട്ടിന്റെ മേൽ ഒരു അന്വേഷണത്തിന് കൂടി പ്രഖ്യാപിച്ചു. ആ അന്വേഷണത്തിന്റെ കൂടെ ഇന്റലിജൻസ് അന്വേഷിക്കും. ADGP മനോജ് എബ്രഹാം. വിജിലൻസ് അന്വേഷിക്കും, അത് മറ്റൊരു ഉദ്യോഗസ്ഥൻ. ഇനി DGPയുടെ വക മൂന്നാമത്തെ അന്വേഷണം. ഈ 3 അന്വേഷണവും ആർക്കെതിരെയാണ് നടക്കുന്നത്? ADGP അജിത് കുമാറിനെതിരെ. കേരള പോലീസിലെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷിക്കുകയാണ്. ഈ വിദ്വാൻ എവിടെ ഇരിക്കുന്നത്? ഈ വിദ്വാന്റെ കയ്യിലാണ് കേരളത്തിലെ ക്രമസമാധാന പാലനം. അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ട് 3 പേര് ഇങ്ങനെ വട്ടം കറങ്ങി അന്വേഷിക്കുകയാണ്. കലങ്ങിയ പൂരം പോലെ തന്നെ അതിനേക്കാൾ കലങ്ങിയ ഒരു അന്വേഷണമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ, കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് PA എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ റഫീഖ് കാതിക്കോട് സ്വാഗതവും ജില്ലാ സെക്രട്ടറി TV ശിവശങ്കരൻ നന്ദിയും പറഞ്ഞു. നടിച്ചു പാടിടുവിനുള്ളതു കൊണ്ടോണം കൊണ്ടാടുവിൻ. ചെമ്മെ നടന്നൊന്നു കുമ്മിയടിക്കുവിൻ, തമ്മിലടുക്കുവാനൊന്നായിടാൻ. സുന്ദരി പെണ്ണിന് പൊട്ടുകുത്താനെത്തി പൊൻപുലരി തുമ്പക്കിടാവിൻ സ്വയംവരം കൂടുവൻ തുമ്പികളായി
മോനെ, നീ സ്വയംവരയിലല്ലേ പോയത്? ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോകണ്ടേ.